മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഒരു ഉളുപ്പുമില്ലാതെ എം.എൻ. കാരശ്ശേരി പച്ചക്കള്ളം ചാനൽ ചർച്ചയിൽ വിളിച്ചു പറഞ്ഞത് നിങ്ങൾ കേട്ടോ? നോക്കൂ. വളരെ കടത്തി പറഞ്ഞു ബാലൻ. അപ്പോൾ ഒരു പ്രശ്നമുള്ളത്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 1000-ഓളം പഞ്ചായത്തുണ്ട് കേരളത്തിൽ. ഒരു പഞ്ചായത്ത് പോലും ജമാഅത്ത് ഇസ്ലാമി ഭരിക്കുന്നില്ല. ഒരു പഞ്ചായത്ത് പോലും ഭരിക്കുന്നില്ല. അവർക്കില്ലാത്ത വലിപ്പമൊക്കെ ഊതിപ്പെരിപ്പിച്ച് അവരെന്തോ വലിയ സംഭവമാണ് എന്നാക്കുന്ന ഒരു പണി എത്രയോ വർഷങ്ങളായിട്ട് CPM എടുക്കുന്നു. അതവർക്ക് അബദ്ധം പറ്റുന്നതാണോ മനഃപൂർവ്വമാണെന്ന് പറയാൻ അറിഞ്ഞൂടാ. ഇപ്പോൾ മാറാട് എന്താ ഉണ്ടായെന്ന് ഇപ്പോൾ ചെറുപ്പക്കാരൻ നിശ്ചയുണ്ടാവില്ല. ഞാനൊരു മിനിറ്റ് കൊണ്ട് അതിൻ്റെ ഒരു സംഭവം പറയാം. 2002 ജനുവരിയിൽ അവിടെ ഒരു കലാപുണ്ടായി. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലാണ്. മാറാട് എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിന് അടുത്തുള്ള ഒരു കടലോര ഗ്രാമമാണ്. അന്ന് 5 പേര് കൊല്ലപ്പെട്ടതിൽ 3 പേര് ഹിന്ദുക്കളും 2 പേര് മുസ്ലിങ്ങളുമായിരുന്നു. അടുത്ത കൊല്ലം 2003 മെയ്യിൽ ഇതിനേക്കാൾ വലിയൊരു കലാപുണ്ടായി. അന്ന് 9 പേര് കൊല്ലപ്പെട്ടു, 8 പേര് ഹിന്ദുക്കളും 1 മുസ്ലിമായിരുന്നു. ഇത് വലിയ അന്ന് AK ആന്റണിയാണ് മുഖ്യമന്ത്രി. സ്വാഭാവികമായിട്ടും വലിയ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാക്കി അനവധി ആളുകളെ അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റ് ചെയ്ത കൂട്ടത്തിൽ ഏറ്റവും അധികം ഉണ്ടായിരുന്ന, എൻ്റെ ഓർമ്മ ശരിയാണ്, മുസ്ലിം ലീഗുകാരാണ്. പിന്നെ CPM-കാരുണ്ടായിരുന്നു, CPI ഉണ്ടായിരുന്നു, NDF ഉണ്ടായിരുന്നു, SDPI ഉണ്ടായിരുന്നു, പിന്നെ BJP ഉണ്ടായിരുന്നു, RSS ഉണ്ടായിരുന്നു. അതിൽ 62 പേർക്ക് ജീവപര്യന്തം വിധിക്കാനുണ്ടായത് എന്നാണ് എൻ്റെ ഓർമ്മ. അതിന് ചില ഭാഗങ്ങളെ പറ്റിയൊക്കെ ഇപ്പോഴും കേസ് നടക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ എൻ്റെ ഓർമ്മയിൽ ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനെ പോലും ശിക്ഷിച്ചിട്ടില്ല കോടതി. ഇതുപോലെ ഗവൺമെൻറ്, മുഖ്യമന്ത്രി ശ്രീ ആൻ്റണി ഒരു കമ്മീഷൻ വെച്ചു, തോമസ് പി ജോസഫ് കമ്മീഷൻ. അവർ 2006-ലാണ് റിപ്പോർട്ട് കൊടുത്തത്. ആ റിപ്പോർട്ടിൽ പോലും ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനും അതിൽ പ്രതിയാണ് എന്ന് പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗുകാരെയും CPM-കാരെയും, ഇപ്പോൾ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ എന്നൊക്കെ പറയുമ്പോഴും ഒരു പല പാർട്ടിയിലുള്ളവരാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ പറഞ്ഞത് SDPI NDF കൂട്ടരുടെ അതിലെ പങ്കാളിത്തമാണ്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എന്തൊരു അതിശയോക്തിയാണെന്ന് ആലോചിച്ച് നോക്കൂ. വെൽഫെയർ പാർട്ടി UDF-നൊരു ഘടകകക്ഷിയല്ല, അസോസിയേറ്റ് മെമ്പർഷിപ്പ് പോലും ഇല്ല. അവർ നീക്കുപോക്ക് ഉണ്ടാക്കിയാണ്. അത് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഘടകകക്ഷിയല്ല. ആരെയാണ് ഇങ്ങനെ ഉളുപ്പില്ലാതെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിയോ? ഈ മാറാട് കലാപത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഇല്ല എന്നൊക്കെ എന്തടി ഇയാളാര് പോലീസോ? എന്താണ് ഇവിടെ ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരും ഇത്തരം തരം താഴ്ന്ന രീതിയിലേക്ക് ഈ കുറച്ച് അടുത്ത കാലമായിട്ടുള്ള എം.എൻ. കാരശ്ശേരിയൊക്കെ ഈ രംഗത്ത് വരൽ തുടങ്ങിയിട്ടുള്ളത്? UDF അവരെ ചേർത്ത് പിടിച്ചിട്ട് VD സതീശന് കൃത്യമായിട്ട് കേരളത്തോട് പറയാ, ജമാഅത്തെ ഇസ്ലാമി എന്ത് വർഗീയതയാ ചെയ്തത്, എന്ത് പ്രശ്നം ഉണ്ടാക്കിയത് എന്ന്. അതേ നിലപാട് തന്നെയാണ് എം.എൻ. കാരശ്ശേരിയും വിളിച്ചുവിടുക. അല്ല, ഈ മാറാട് കലാപത്തില് മുസ്ലിം ലീഗ് പ്രതികളുണ്ട്, CPM പ്രതികളുണ്ട്, CPI പ്രതികളുണ്ട് എന്ന് ഇതേ എം.എൻ. കാരശ്ശേരി വിളിച്ചു പറഞ്ഞിട്ട് ഇതേ ആളുകൾ വിളിക്കുന്ന വേദികളിലേക്ക് മത്സരിച്ച് പ്രസംഗിക്കാൻ പോകാറുണ്ടല്ലോ. അപ്പൊ മാറാട് കേസിൽ നിങ്ങൾ പ്രതികളാണ് എന്ന് വിശ്വസിക്കുന്ന പാർട്ടിയുടെ പ്രോഗ്രാമിനും നിങ്ങൾ പോവാറുണ്ടല്ലോ. ഇതൊക്കെ കേൾക്കുന്ന മലയാളികൾ വിവേകത്തോടു കൂടി തന്നെ അതൊക്കെ തന്നെ തിരിച്ചറിയുന്നുണ്ട്. അതായത് മുസ്ലിം ലീഗ് മാറാട് കലാപ കേസിൽ പ്രതിയാണ് എന്ന് പറയുകയും ആ മുസ്ലിം ലീഗിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ പണിയെടുത്ത് എം.എൻ. കാരശ്ശേരി മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് ഇവിടെ കുറച്ച് ആളുകളെ ജമാഅത്തെ ഇസ്ലാമി എന്ന സംവിധാനം കുറച്ച് തന്നെയാണ് പല സ്ഥലത്തും ഉണ്ടായിരുന്നത്. ബംഗ്ലാദേശിലേക്കൊന്ന് നോക്കണം, വളരെ കുറച്ചുണ്ടായിരുന്നത്, വളരെ കുറച്ച് ആളുകൾ. എന്തിനേറെ പറയുന്നു, ഷെയ്ഖ് ഹസീന ഈ ജമാഅത്തെ ഇസ്ലാമിയെ ബംഗ്ലാദേശിൽ നിരോധിച്ചതല്ലായിരുന്നോ? വളരെ കുറഞ്ഞ ആളുകൾ മാത്രമായിരുന്നു ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. ഈ പറയുന്ന ബംഗ്ലാദേശില് ഇന്ന് ആ ബംഗ്ലാദേശിൽ എന്താ അവസ്ഥ? ആ നിരോധിച്ച ഷെയ്ഖ് ഹസീനയെ ജമാഅത്തെ ഇസ്ലാമി ഓടിച്ചിട്ട് അവിടെ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി നരനായാട്ടല്ലേ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും നേരിട്ട് അവർക്ക് നേരെ വേട്ടയാടലുകളല്ലേ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നത്. ഇവർ ലോകം മൊത്തം ഒരു സംവിധാനമാണ് എന്ന് നമ്മളെക്കാൾ നന്നായിട്ട് ഈ പറയുന്ന കാരശ്ശേരിക്കറിയാം. കാരശ്ശേരിക്കാരോട് കൊട്ടേഷൻ വാങ്ങിയിട്ട് ഈ പറയുന്ന UDF-നെ LDF-നെ വിജയിപ്പിക്കാന് BJP-ക്കെതിരെ ഇവിടെ ഒരു വലിയ ശ്രമം നടത്തുക. ഇതൊക്കെ ബോധമുള്ള ആളുകൾ തിരിച്ചറിയൂലേ? ഈ കാരശ്ശേരിയൊക്കെ ഇതിനൊക്കെ എതിരെ കുറച്ചു കാലം പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ എന്തൊക്കെ വീങ്ങിയിട്ട് ഈ തരത്തിലേക്ക് രംഗത്തിറങ്ങുന്നത്? ലേശ ഉളുപ്പൊക്കാവാം കാരശ്ശേരിക്കാണെങ്കിൽ കാരശ്ശേരിക്കൂ. ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെ എന്തിനാണ് ഇങ്ങനെ വെളുപ്പിക്കുക? ഇവര് ലോകത്ത് പല രാജ്യങ്ങളിലും കുറച്ചേ ഉള്ളൂ. പക്ഷെ ഈ കുറച്ചുള്ള ഇവരാണ് നശിപ്പിക്കുക. ഈ നശിപ്പിക്കലിലേക്ക് ബംഗ്ലാദേശ് ഒന്ന് നോക്കിയാൽ പോലെ നശിപ്പിക്കുന്നതിലേക്ക് എത്തില്ല. മാറാട് കലാപത്തിൽ എന്നിട്ട് ഈ പങ്കിൽ ഏതെങ്കിലും തീവ്രവാദികൾ ഏതെങ്കിലും ഈ പറയുന്ന ഭീകരാക്രമണം നടത്തിയിട്ട് ഞങ്ങൾക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞ ചരിത്രമുണ്ടോ? പല ലഷ്കർ-ഇ തൊയ്ബയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും ചെയ്താൽ ഞങ്ങളാണ് എന്ന് പറയൂ. എത്ര വിവരക്കേടാണ് ഈ പറയുന്നത്? ഇവിടെ നടക്കുന്ന കലാപത്തിലൊന്നും ആരെയാണ് ഈ വെളുപ്പിക്കുക? ആരോട് കൊട്ടേഷൻ വാങ്ങിയിട്ട് ഈ ഒരു ഉളുപ്പില്ലാതെ ഈ എം.എൻ. കാരശ്ശേരിയൊക്കെ ഇതൊക്കെ വിളിച്ചു പറയുന്നത്?
സകല ആളുകളും തിരിച്ചറിയ ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ നാടിന് അപകട. ഒരു തർക്കമില്ലാത്ത വിഷയം. അതിന് നേരിട്ട് ബംഗ്ലാദേശിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇവർ കുറച്ചേ ഉള്ളൂ. അത് ഓക്കെ, കുറച്ചേ ഉള്ളൂ എന്ന് പറയുന്ന ഇവര് ഒരു മീഡിയ വൺ എന്ന് പറയുന്ന അവരുടെ ചാനൽ നടത്തിയിട്ട് ആ ചാനലിലൂടെ കേരളത്തിൽ ഉടനീളം ഒരു സമുദായത്തെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചവര് മുന്നോട്ട് പോകുന്നില്ലേ? അതൊരു യാഥാർത്ഥ്യല്ലേ? ഇവർ കുറച്ചാണ് എന്ന് എം എൻ കാരശ്ശേരി പറയുമ്പോ മാധ്യമം എന്ന പത്രം, മീഡിയ വൺ എന്ന ചാനല് ഇതിലിരുന്നിട്ട് ബുദ്ധിജീവി ചമഞ്ഞുകൊണ്ട് എന്തൊക്കെ തോന്നിവാസങ്ങള്, എന്തൊക്കെ പച്ച അറിയാതെ 24 മണിക്കൂറും നമ്മുടെ കേരളത്തിൽ തുപ്പി മുന്നോട്ട് പോകുന്നു. കുറച്ചേ ഉള്ളൂ എന്നാണല്ലേ എം എൻ കാരശ്ശേരിയൊക്കെ പറയുന്നത്. ആ കുറച്ചുള്ള ജമാഅത്തെ ഇസ്ലാമി അല്ലേ ഇന്ന് കേരളത്തിലെ സകല ജിഹാദികളെ നിയന്ത്രിക്കുന്നത്? മോദിക്കെതിരെ എന്തു പറയണം, BJPക്കെതിരെ എന്തു പറയണം, അത് തീരുമാനിക്കുന്നത് ഇന്ന് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയ. മീഡിയ വണ്ണിലൂടെ വാർത്ത വരും, അതിനനുസരിച്ച് ഇവിടെ LDF, അതിനനുസരിച്ച് ഇവിടെ UDF, അതിനനുസരിച്ച് VD സതീശന്, അതിനനുസരിച്ച് ഓരോ നേതാക്കന്മാരും നിരന്ന് നിന്ന് കേരളത്തില് പ്രസ്താവന ഇറക്കുക. ED സതീശൻ പോലും ചോദിച്ചില്ല, ഒരു ഉളുപ്പില്ലാതെ അവരെന്താ പ്രശ്നം നടത്തി? അതേ ചോദ്യമല്ലേ എം എൻ കാരശ്ശേരി ചോദിക്കുന്നത്? ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ വെളുപ്പിക്കാൻ ചില്ലറ തൊലിക്കട്ടിയൊന്നും പോരാ. ഇതുപോലെ ഒരു ലോകത്ത് ഏതൊരു വിഷയം ഈ ജമാഅത്തെ ഇസ്ലാമിലെ കരിപ്പൂർ എയർപോർട്ടിലേക്ക് മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപക നേതാവായിട്ടുള്ള അസറുൽ ബന്നയുടെ ഫോട്ടോയും പൊക്കിപ്പിടിച്ച് മാർച്ച് നടത്തിയത് ഈ പറയുന്ന അസറുൽ ബൻ, അതായത് ഈ മുസ്ലിം ബ്രദർഹുഡിനെ UAE നിരോധിച്ച മുസ്ലിം ഭൂരിപക്ഷ ഗൾഫ് രാജ്യങ്ങളില് ഈ പറയുന്ന മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിച്ച എന്ത് പറഞ്ഞിട്ട് അവർ നിരോധിച്ചത്? രാജ്യത്തിന് ഭീഷണിയാണ്. UAE കൃത്യമായിട്ട് പ്രസ്താവന ഇറക്കിയതാ. അവരുടെ രാജ്യത്തിന് മുസ്ലിം ബ്രദർഹുഡ് ഭീഷണിയാണ്. ഈ മുസ്ലിം ബ്രദർഹുഡിനെ കുറിച്ച് എന്താ UAE പറയുന്നത്? അവർ മാധ്യമങ്ങളിലൂടെ, അവർ ചാരിറ്റിയിലൂടെ, അവർ സന്നദ്ധ പ്രവർത്തനത്തിലൂടെ രാജ്യം കുട്ടിച്ചോറാക്കാൻ ഇറങ്ങുന്നു. ഈ പറഞ്ഞ മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപക നേതാവായിട്ടുള്ള അസറുൽ ബന്നയെ പൊക്കിപ്പിടിച്ചല്ലേ ജമാഅത്തെ ഇസ്ലാമി കരിപ്പൂർ എയർപോർട്ടിലേക്ക് മാർച്ച് നടത്തിയിട്ടുള്ളത്? ഈ ജമാഅത്തെ ഇസ്ലാമിയാണ് ഒരു ഉളുപ്പ്. ലോകത്തെ സകല ഭീകരരുടെ ഫോട്ടോവും പൊക്കിപ്പിടിച്ചല്ലേ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഇവിടേക്ക് ഒരു പ്രതിഷേധ മാർച്ചൊക്കെ നടത്താറുള്ളത്? കരിപ്പൂർ എയർപോർട്ടിലേക്ക് നടന്നിട്ട് കുറച്ചായിട്ടുള്ളൂ. വഖഫ് ബോർഡ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ കണ്ടിട്ടോ ഇവിടെ കുറച്ചേ ഉള്ളൂ. ഒരു MLA ഇല്ല. ഒരു MLA ഉണ്ടായിട്ടായിരുന്നോ ഈ പോപ്പുലർ ഫ്രണ്ട് ജോസഫ് മാഷിനെ കൈവെട്ടിയത്? എത്ര നാണം കെട്ട പ്രസ്താവനയാണ് ചാനൽ ഒരു പ്രമുഖ ചാനലിൽ ഇരുന്നിട്ട് എത്ര നാണം കെട്ട, എത്ര തരംതായുന്ന പ്രസ്താവനയാണ് ഈ എം എൻ കാരശ്ശേരിയൊക്കെ നടത്തുന്നത്. MLA ഇല്ല, പഞ്ചായത്ത്, ഇതൊക്കെ ഉള്ള ആളുകളായിരുന്നു പോപ്പുലർ ഫ്രണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടായിരുന്നു ഇവര് കൈവെട്ടിയിരുന്നത്. ഇത് അപകടമാണ്. ജമാഅത്തെ ഇസ്ലാം ഇന്ന് അടങ്ങി മുന്നോട്ട് വന്ന് നരേന്ദ്രമോദിനെ പേടിച്ചിട്ടാ. നരേന്ദ്രമോദി ഭരണമൊക്കെ ഒന്ന് മാറട്ടെ. ഇവർക്ക് തോന്നിയതുപോലെ കുട്ടിച്ചോറാക്കും ഈ രാജ്യം. ഒരു തർക്കമില്ല. നരേന്ദ്രമോദിയെ പേടിച്ചിട്ടാ ജമാഅത്തെ ഇസ്ലാമി അടങ്ങി മുന്നോട്ട് വന്നത്. എന്നിട്ട് ആ ജമാഅത്തെ ഇസ്ലാമിക്ക് വെളുപ്പിക്കുന്ന എം എൻ കാരശ്ശേരിയൊക്കെ ബോധമുള്ള സകല മലയാളികളും പുച്ഛിച്ച് തള്ളുക.